സുപ്രീം കോടതിയിലെ ജഡ്ജിയായ സന്ദീപ് മേത്ത ഒരു സുപ്രധാന നിരീക്ഷണം പറഞ്ഞു. കാരണം ഭാര്യ വീട്ടുജോലിക്കാരിയല്ല, ലൈഫ് പാർട്ട്ണറാണ് എന്നാണ് സന്ദീപ് മേത്ത പറഞ്ഞത്. അതുപോലെ വേറൊരു ജഡ്ജിയായ വിക്രംനാഥ് പറഞ്ഞത് ഭാര്യ വീട്ടുജോലി ചെയ്യുമ്പോൾ ഭർത്താവും അതിന് സമമായിട്ട് ജോലി ചെയ്തിരിക്കണം. അത് വാഷിംഗ് ആയാലും കുക്കിംഗ് ആയാലും അല്ല വീട്ടിലെ മറ്റ് ജോലികളും ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് രണ്ടുപേർക്കും എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഭാര്യ മാത്രം കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം കുടുംബക്കോടതിയിൽ നിന്ന് വിവാഹബന്ധം വേർപെടുത്തി കൊടുത്തു. അത് ഭാര്യ കർണാടക ഹൈക്കോടതി ചലഞ്ച് ചെയ്തു. കർണാടക ഹൈക്കോടതി കുടുംബക്കോടതി ജഡ്ജിയുടെ ഉത്തരവ് തെറ്റാണെന്ന് പറയുകയും അത് വിവാഹബന്ധം വേർപെടുത്തിയത് റദ്ദ് ചെയ്യുകയും ചെയ്തു. ഇത് സുപ്രീം കോടതി ചെന്നപ്പോഴാണ് ജഡ്ജിമാരുടെ ഈ സുപ്രധാന നിരീക്ഷണം പറഞ്ഞത്. ഇനി നമ്മൾ കേസിൻ്റെ ഭാഗത്തിലേക്ക് കടന്നാൽ 2017 ഇദ്ദേഹം ഈ സ്ത്രീയെ വിവാഹം ചെയ്യുന്നത്. ആ വിവാഹം ചെയ്തതിൽ 8 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. അതാണ് അവരുടെ കുടുംബ പശ്ചാത്തലം. പിന്നെ ഈ ഭർത്താവ് പറയുന്നത് ഇവർക്ക് 15 ഭാഷകൾ അറിയാം, ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുണ്ട്, അവർ കോളേജ് ലെക്ചറാണ്, ഇദ്ദേഹം ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കാം ഒന്ന്. പിന്നെ ഭാര്യ മാത്രം, രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ പിന്നെ ഭാര്യ മാത്രം കുക്ക് ചെയ്ത് കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ കൊടുക്കണം എന്ന് പറയുന്ന വാശി പിടിക്കുന്നത് തെറ്റ് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ആധുനിക ലോകത്തിൽ തുല്യമായി ജോലി ചെയ്താലേ അവരുടെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കേരളത്തിൽ തന്നെ ആണെങ്കിൽ ശരി, ഒരുപാട് സ്ത്രീകൾ ഈ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഭർത്താവ് രണ്ടുപേരും ജോലിക്ക് പോകും, ഭാര്യയും ഭർത്താവും. പക്ഷേ ഭർത്താവ് വീട്ടിൽ വന്നാൽ വീട്ടിലൊരു ജോലിയും ചെയ്യാനോ സഹായിച്ചു കൊടുക്കുകയും ചെയ്യാനോ വെറും ആഹാരം പാകപ്പെടുത്തി കൊടുക്കുമ്പോൾ കുറ്റം പറയാൻ മാത്രമായിട്ടിരിക്കുന്ന ഒരുപാട് കേസുകൾ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യം തന്നെ ഈ കേരളത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം സുപ്രധാനമായ നിരീക്ഷണമാണ്. ഇനി ഇതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ.